വന്നിട്ടുണ്ട്. ഞാൻ പണ്ട് എംടെക് പഠിക്കാൻ വേണ്ടി സിഇടി പോയ സമയത്ത് അവിടെ ക്ലാസ്സിലുള്ളവരെല്ലാം ഭയങ്കര ബുജികളും ഭയങ്കര സ്റ്റുഡിയസ് ആൻഡ് ആങ്സൈറ്റി അല്ല എന്തിനാ പറയുക അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് എനിക്ക് പറ്റുന്ന ഒന്നിനെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു കുരിപ്പാണ് ദേ ഈ കാണുന്നത് മിസ്റ്റർ അരിയജി. ഇവളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അങ്കമാലിയിൽ ഏതോ ഒരുത്തനെ പറ്റി പറയില്ലേ, ആകാശത്ത് കൂടെ പോകുന്ന വള്ളി തോട്ടി പിടിച്ച് വലിക്കുന്നു, ആ ഒരു സൈസ് സാധനമാണ്. പക്ഷെ സെറ്റാണ് കേട്ടോ ആള്. ഒന്നുമില്ല കുട്ടിക്ക്, ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ. അമ്മായി അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മേനെ കെട്ടിയോ? കോഴിക്കോട് വന്നിട്ട് ഫുഡ് മാത്രം തട്ടിയാൽ പോരല്ലോ, ബീച്ചിൽ പോകാണ്ട് എന്ത് കോഴിക്കോട്. അപ്പൊ നമ്മൾ രാത്രി ആട്ടോ പോയത്. ഞാൻ പറഞ്ഞു എനിക്ക് രാത്രി പോയത്, ഞാൻ ഇൻസ്റ്റാഗ്രാമിലെല്ലാം കണ്ട് രാത്രി അടിപൊളിയാണ്. അവിടെ പോയിട്ട് ഇന്ന ഷോപ്പിൽ ഫുള്ള് കയറി നിരക്കി ഞങ്ങൾ പറ്റുന്നത്ര സ്റ്റോളിലും അവിടെയുള്ള എല്ലാ സംഭവത്തിലും നമ്മൾ ട്രൈ ചെയ്ത്. പക്ഷെ ഉപ്പിലിട്ടത് കഴിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് അതത്ര താല്പര്യം ഉണ്ടായിട്ട്. പക്ഷെ പിന്നെ ഞാൻ അറിഞ്ഞത് അത് ഇനി ഫുൾ ആർന്ന് മാറ്റാൻ പോവാണ്, വേറെ എന്തോ രീതിയിലേക്ക് ആക്കാൻ പോവാണെന്നൊക്കെ. പക്ഷെ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പോയി. ആടെ പോയിട്ട് ഞങ്ങൾ ബബിൾസ് കളിച്ചോണ്ടിരിക്കുമ്പോ ദേ കുറെ എണ്ണം വരുന്നു, ഞങ്ങൾക്കും കൂടി കളിക്കണം. പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ ഒരു എന്റർടൈൻമെന്റ് യൂണിറ്റ് ആയിട്ട് മാറി. പിന്നെ നമുക്ക് കുറെ സാധനം നമുക്ക് ചെയ്യാൻ അറിയില്ലല്ലോ, അതിന് നല്ലവരായ അടുത്ത പിള്ളേഴ്സ് നമുക്ക് പറഞ്ഞത് ചേച്ചി ഇങ്ങനെയാണ് ചെയ്തത് അങ്ങനെയാണ് ചെയ്തത്. ഭാസ്കരേട്ടനായിരുന്നു ഒരു മിൽക്ക് സർബത്തും കുടിച്ച് അന്നത്തെ കറക്കം നമ്മൾ മതിയാക്കി. പിന്നെ പിറ്റേ ദിവസം നേരെ പോയത് SM സ്ട്രീറ്റിലാണ്, കുറേ ഷോപ്പിംഗ് ചെയ്തു, ഹൽവ മേടിച്ചു, അങ്ങനെ ഇങ്ങനെ. അതേ ഒരു ഷോപ്പുണ്ട്, കാണുമ്പോൾ കുഞ്ഞാണെങ്കിൽ ഉള്ളിൽ നല്ല വിശാലമായ ഷോപ്പാണ് ഈ ഷോപ്പ്. ഇവിടെ നമുക്ക് നല്ല ഇന്ത്യൻ ക്ലോത്ത്സ് കിട്ടും. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് നല്ല വിശപ്പ്, എന്നാൽ പിന്നെ നേരെ പോയി ഒരു മന്തി ആയേക്കാന്ന് വിചാരിച്ചു.